ഹലോ, ഗുഡ് ഈവനിങ്. എപ്പോഴും ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ടല്ലേ വരുന്നത്. ഇന്ന് എന്തായാലും ഗുഡ് ഈവനിങ് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ശനിയാഴ്ച വൈകുന്നേരം മക്കൾക്കൊന്നും ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു, സെക്കൻഡ് സാറ്റർഡേ അല്ലേ. അപ്പം ഞാനും കണ്ണൻകുട്ടനും പൊന്നുകുട്ടിയും കൂടെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പുറത്തോട്ട് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. വേറെ എവിടെയല്ല കേട്ടോ, അപ്പോൾ വേറെ എവിടെയൊന്നും അല്ല, ഇവിടെ അടുത്ത് തന്നെ ഒരു സ്ഥലത്താണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഫുള്ള് കാണുമ്പോൾ മനസ്സിലാവുകയെ. ഇപ്പോൾ റേഷനുണ്ട്, റേഷന് വയ്യാതെ ഇരിക്കുകയാണ്. റേഷന് ബാക്ക് പെയിൻ ആയിട്ട് ചെറിയൊരു പ്രശ്നമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ലീവൊക്കെ എടുത്തിരിക്കുകയാണ് കേട്ടോ. നല്ല ബാക്ക് പെയിൻ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഹോസ്പിറ്റലിലൊക്കെ കാണിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ മക്കളെയും കൊണ്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം കേട്ടോ. ലൈക്കും കമൻറ്റും എല്ലാം ചെയ്ത് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ അങ്ങനെ മക്കളെയും കൊണ്ടൊന്നും അങ്ങനെ പുറത്തോട്ടൊന്നും അങ്ങനെ പോകാറില്ല കേട്ടോ. സ്കൂളിൽ പോകും വരും, അത്രേ ഉള്ളൂ. അല്ലാതെ എങ്ങോട്ടും അങ്ങനെയൊന്നും പോയിട്ടില്ല. അമ്പലങ്ങളിലാണെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ രാഴ്ചയെണ്ണം കാണും കേട്ടോ, അങ്ങനെയാണ് ഞങ്ങൾ പോകാറ്. അപ്പോൾ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ വന്നു കേട്ടോ. ഞാൻ ട്രെയിനിൻ്റെ സൗണ്ടും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമല്ലേ. പണ്ടൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് ട്രെയിൻ പോകുമ്പോൾ ഞാനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ടാറ്റയൊക്കെ കൊടുക്കുമായിരുന്നു. നമ്മൾ ടാറ്റ നമ്മളൊക്കെ ട്രെയിനിൽ നിന്ന് ആരെങ്കിലും നമുക്കൊരു ടാറ്റ കൈവീശുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക സന്തോഷമായിരുന്നു അല്ലേ. ഇപ്പോൾ നമ്മുടെ കണ്ണൻകുട്ടനും എന്നൊക്കെ പറയാം. നീ എന്നും കാണുന്ന സംഭവമല്ലേ, ഞങ്ങൾക്കിപ്പോൾ സ്ഥിരമുള്ളൊരു സംഭവമാണ് കേട്ടോ ഗേറ്റട. അങ്ങനെ ഞങ്ങളിതേ സ്ഥലത്തെത്തി കേട്ടോ. വേറെ എവിടെയല്ല, ഞങ്ങൾ നേരത്തെ താമസിച്ച സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. പൊന്നുകുട്ടിക്കും കണ്ണൻകുട്ടനും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അവരെ. കണ്ണൻകുട്ടനും മെയിനായിട്ട് അപ്പൂപ്പനെ ഭയങ്കര ഇഷ്ടമാണ്. കണ്ണൻകുട്ടനെ സംബന്ധിച്ചിടത്തോളം അപ്പൂപ്പന്മാരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കറിയില്ല അതെന്താണെന്ന്. അപ്പോൾ അവരുടെ വീടാണ് കേട്ടോ. ഞാൻ അവരെ ഒന്നും കാണിക്കുന്നൊന്നുമില്ല, നമ്മളവിടെ അവരുടെ പ്രൈവസി നോക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ അവരെ ആരെയും കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. പൊന്നൂനാണെങ്കിൽ ഇവിടെ ആ കിണർ ഭയങ്കര ഇഷ്ടം, അവിടെ നിന്ന് വെള്ളം കോരും. അതൊക്കെയാണ് പൊന്നുകുട്ടിയുടെ പരിപാടി കേട്ടോ. വല്ലപ്പോഴും ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ ഇടയ്ക്കൊക്കെ അവരുടെ വീട്ടിൽ പോകും കേട്ടോ മക്കളെയും കൊണ്ട്. പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഈ അപ്പൂപ്പനെയും അമ്മൂമ്മേനെയും ഏൽപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഈ വഴി എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ, നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഈ വീട്ടിൽ വെച്ചാണ്. ഈ വഴിയാണ് സ്ഥിരം എല്ലാവരും കണ്ടുകൊണ്ടിരുന്നതല്ലേ. ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. എനിക്ക് എന്താണെന്നറിയത്തില്ല കേട്ടോ. ഇതിനു മുമ്പും കുറേ വീടുകളിലൊക്കെ താമസിച്ചിട്ടുണ്ട് കേട്ടോ, ഉള്ളത് പറയാമല്ലോ. പക്ഷെ അവിടെ ഒന്നും കിട്ടാത്തൊരു സന്തോഷം എനിക്ക് ഈ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ നമ്മുടെ രാജേഷനോടാണേലും പറഞ്ഞു കേട്ടോ, ഒരുപാട് ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളും ഞങ്ങൾക്ക് ഈ വീട്ടിൽ നിന്നുണ്ടായിട്ടുണ്ട് കേട്ടോ. ദുഃഖങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് ചിരിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഈ വീട്ടിൽ വെച്ച് ആഘോഷിക്കാൻ സാധിച്ചു. കുഞ്ഞുങ്ങളുടെ പിറന്നാൾ ആണെങ്കിലും ഞങ്ങളുടെ പിറന്നാളാണെങ്കിലും ഒക്കെ കേട്ടോ. ഒരു പ്രത്യേകതയുള്ളൊരു വീട്, ഒരിക്കലും മറക്കത്തില്ല കേട്ടോ. ഈ വീട്ടിൽ ജീവിച്ച ജീവിതം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇവിടെ നിന്നാണ്. എവിടെ വരെ എത്തും, എങ്ങനെ എത്തുമെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. പക്ഷെ പോകുന്നിടത്തോളം കാലം ഞാൻ പോകട്ടെ എന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. എനിക്ക് വരുമാനം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എന്ത് വന്നാലും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലുമായിട്ട് മുന്നോട്ട് പോകും. അധികം വീഡിയോസൊന്നും ചിലപ്പോൾ കാണത്തില്ല, എങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് ഇടും കേട്ടോ. ഇത് നമ്മുടെ നന്ദ്യാർവട്ടം നിൽക്കുന്നു. പിന്നെ നമ്മുടെ കണ്ണൻകുട്ടൻ്റെ അംഗനവാടി അവൾ അങ്ങനെ അധികം പോയിട്ടില്ലെങ്കിലും എനിക്ക് ആ അംഗനവാടിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അംഗനവാടിയും ഒരിക്കലും മറക്കത്തില്ല. അവൻ എത്ര വലുതായാലും ആ പരിസരമൊക്കെ എന്തായാലും ഞാൻ അവനെ കൊണ്ട് കാണിക്കും കേട്ടോ. പൊന്നുകുട്ടിയുടെ അംഗനവാടിയൊക്കെ അങ്ങ് ആലപ്പുഴയിലാണേ. അപ്പോൾ നമ്മുടെ അവിടെ പുറയിലൊക്കെ കാട് പിടിച്ചു. ഞങ്ങൾ പോന്നിട്ട് അവിടെ അടച്ചിട്ടിരിക്കുക കേട്ടോ. ആരും താമസത്തിനൊന്നും വന്നിട്ടില്ല. അവിടെ കുറച്ച് മെയിൻറ്റെയിൻസ് ഒക്കെ ചെയ്യണം. ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട്. അതും പിന്നെ നമുക്ക് നല്ലൊരു വീട് കിട്ടിയപ്പോൾ അങ്ങോട്ട് മാറിയതുമാണ് കേട്ടോ. ഇത് നല്ല വീട് അല്ലെന്നല്ല, ഇതും നല്ല വീടായിരുന്നു. ഒരുപാട് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് സന്തോഷങ്ങൾ ഞങ്ങൾക്ക് ഈ വീട്ടിൽ വെച്ചുണ്ടായി. ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു. എന്നും അവരെൻ്റെ മനസ്സിലുണ്ടാകും കേട്ടോ. അവരുമായിട്ടൊന്നും അങ്ങനെ കോണ്ടാക്റ്റും കാര്യങ്ങളില്ലെങ്കിലും ഒരുപാട് നല്ലവരായ ചേച്ചിമാരെയൊക്കെ എനിക്ക് പരിചയത്തിൽ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അവരോടൊക്കെ സന്തോഷവും സ്നേഹവും മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ. അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ചെടിയൊക്കെ പൊക്കിയായിരുന്നു കേട്ടോ. എൻ്റെ തന്നെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ ഫ്രണ്ടിലത്തെ വീട്ടിൽ വേറൊരു വീട്ടിലെ ചേച്ചി ഞങ്ങൾ കുറച്ച് ഗണപതി ഹോമം തന്നായിരുന്നു കേട്ടോ. വഴിപാടായിട്ട് ഒരു ഉണ്ണിയപ്പവും അവലും ഒക്കെ ഉണ്ടല്ലോ, അവൽ നനച്ചതും ഒക്കെ ആയിട്ടുള്ള ഗണപതി ഹോമം തന്നു കേട്ടോ. അപ്പം ഞങ്ങൾ 4 പേരും കൂടെ അത് കഴിക്കുകയാണ്.
കേട്ടോ, ചുമ്മാ ഒരു രസം കിട്ടിയപ്പോൾ അങ്ങ്. എനിക്കാണെങ്കിൽ അമ്പലത്തിലെ വഴിപാടും പ്രസാദവും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും രാജേഷണം വാതിക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആൾക്ക് നല്ല പെയിനുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മക്കളും ഒക്കെ കൂടെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് ശേഷമാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട്, കുറച്ചെന്ന് വെച്ചാൽ ഒരു 2 ആഴ്ചയെങ്കിലും ആയി കാണും കേട്ടോ, ഒരു ഈവനിങ് ആകുമ്പോൾ നടക്കാനിറങ്ങും. ആരും ഇല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് വാതിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കത്തേ ഉള്ളൂ. ആരെങ്കിലും ഉണ്ടെങ്കിൽ റോഡേ പോവും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ പൊന്നുകുട്ടി ഉണ്ടല്ലോ, പൊന്നുകുട്ടിയായിട്ട് അങ്ങ് നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് ദൂരം നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും പൊന്നുകുട്ടിയും കൂടി പോവാണ് നടക്കാനായിട്ട്. ഇങ്ങനെ ഒരുപാട് അങ്ങനെ ഇതായിട്ടൊന്നുമില്ല, എക്സസൈസായിട്ടോ അങ്ങനെയൊന്നുമില്ല. കുറച്ച് നേരം ഒരു 1/2 മണിക്കൂർ ശരീരത്തിനൊരു ഇത് കിട്ടാൻ വേണ്ടി നടക്കാൻ ഇറങ്ങുന്നു. പിന്നെ ചെറിയ രീതിയിൽ വർക്കൗട്ട് കേട്ടോ. വെയിറ്റ് കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യം അല്ല, നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത അസുഖങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട, നമ്മുടെ ശരീരത്തിനൊരു അയവ് കിട്ടാനും ഒക്കെ കൂടെ ആയിട്ടൊന്ന് നടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ചെറിയ രീതിയിൽ എക്സസൈസും വർക്കൗട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് അവൾക്കങ്ങ് വണ്ണം കുറയ്ക്കാനോ അല്ലെങ്കിൽ ഫാഷൻ ഷോ കാണിക്കുക അല്ലെങ്കിൽ എന്ത് പ്രഹസനമോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ശരീരത്തിനൊരു എനർജി കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ പിത്തം വന്ന കണക്ക് ഇരിക്കുന്നതിലും നല്ലത് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ. എനിക്ക് എന്തായാലും എൻ്റെ ഡെലിവറിക്ക് ശേഷം വെയിറ്റ് അത്യാവശ്യമുള്ള വ്യക്തി തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ വെറുതെ ഇങ്ങനെ വൈകിട്ട് വെറുതെ ഇരിക്കുമെന്നല്ല, വീട്ടിലെ അത്യാവശ്യം നല്ല ജോലികളും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെയാണ്. എങ്കിലും ഈ വൈകിട്ടൊക്കെ ആകുമ്പോൾ ഒന്ന് ഇച്ചിരി സമയം കണ്ടുപിടുത്തി നമുക്ക് വേണ്ടി നമുക്ക് നമ്മുടെ ശരീരം ഒന്ന് നോക്കണ്ടേ, അതിന് വേണ്ടി ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ അമ്മയ്ക്കൊക്കെ ചെറുപ്പത്തിലേ ഷുഗറും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനാണ് കേട്ടോ, എനിക്കും ഷുഗർ വരുമോ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പഞ്ചസാരയൊക്കെ ഒഴിവാക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അരി ആഹാരമൊന്നും അധികം കഴിക്കുകയൊന്നും ചെയ്യാത്തത്, വല്ല അസുഖം വന്നാൽ പണിയല്ലേ, അതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ചേർത്തലയിൽ കാണുന്നൊരു സംഭവമാണ് കേട്ടോ ഇതുപോലുള്ള കാടും തോടും. ചേർത്തല മൊത്തം ഇങ്ങനെയുള്ള വഴികൾ കണ്ടോ. പണ്ട് കാലത്ത് നമ്മുടെ അവിടെ, എൻ്റെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലത്തെ ഇങ്ങനെ നടപ്പാത, അപ്പുറത്തും ഇപ്പുറത്തും പുല്ല്, ചെറിയൊരു നടപ്പാത പോലെ. നല്ല രസമല്ലേ അങ്ങനെയൊക്കെ. ചേർത്തലയിൽ ഇപ്പോൾ കുറേയൊക്കെ മാറി കേട്ടോ, എങ്കിലും ചില സ്ഥലത്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അവസാനം ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. 1/2 മണിക്കൂറെങ്കിലും ഞങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ. ഞാനും പൊന്നുകുട്ടിയും കൂടെ നന്നായിട്ടങ്ങ് നടന്ന് കേട്ടോ. അവസാനം നമ്മുടെ വീടിൻ്റെ അവിടെ എത്തി കേട്ടോ. 6 മണിയെങ്ങാണ്ടായി കേട്ടോ. 6 മണിയാകുമ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ മതിലിൻ്റെ അവിടത്തേക്ക് ലൈറ്റ് വീഴുവേ. ഞങ്ങളുടെ ആ കോമ്പൗണ്ടിനകത്ത് ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് തെളിഞ്ഞോളൂ. 6 മണി തൊട്ട് 10 മണി വരെ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് തെളിയും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ 6 മണിയായപ്പോൾ എന്തായാലും വെട്ടമൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇരുട്ടിയിട്ടില്ല, കണ്ടാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇരുട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. നടപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തി. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ ഒരാൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടോ, ഭയങ്കര കരച്ചിലായിരുന്നു. ആരാ? നമ്മുടെ കണ്ണൻകുട്ടൻ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ എവിടെയോ പോവാന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ നടക്കാൻ പോവാണ്, മോൻ വന്നു കഴിഞ്ഞാൽ മോനെ കൊണ്ടുപോകാനൊക്കെ പാടാണെന്നൊക്കെ പറഞ്ഞതേ പിണങ്ങി നിൽക്കുകയാണ് കേട്ടോ അങ്ങോട്ട്. പിന്നെ ഞാൻ ഓർത്ത് സാരമില്ല, അവനെ കൊണ്ടുപോയിട്ടും അങ്ങോട്ട് കാര്യമൊന്നുമില്ലല്ലോ. റോഡിൽ വണ്ടിയൊക്കെ വരും, പിന്നെ നമുക്ക് പോയ കാര്യം നടക്കുന്ന കാര്യം നടക്കത്തുമില്ല. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചൊരു കാപ്പി ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കത്തില്ല കേട്ടോ. ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ചായ, കാപ്പി, കടിൻ ചായ ഇതൊന്നും ഞാൻ കൊടുക്കൂല കേട്ടോ. എനിക്കിഷ്ടമല്ല, ഇവിടെ രാജേഷനും ഇഷ്ടമല്ല കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ചായ, കാപ്പി, കടിൻ ചായ ഇതൊന്നും കൊടുക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് ഞാൻ കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ അവർ സാധാരണ വെള്ളമാണ് കൂടുതലും, പിന്നെ പഞ്ചസാര ഇട്ടായിരിക്കും ഈ ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നത്. പഞ്ചസാര നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്തുമാത്രം ഒഴിവാക്കാവോ അത്രയും ഒഴിവാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഇവർ ബിസ്ക്കറ്റായിട്ടും ഇതുപോലെ സ്നാക്സ് ആയിട്ടും ഒക്കെ ഇവരുടെ ശരീരത്തിൽ മധുരം ചെല്ലുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഷുഗറും കൂടി കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ഇതൊന്നും കുടിച്ചില്ലെന്നും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല. അവർക്കെന്തോ അയണിൻ്റെ എന്തൊക്കെയോ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ, ഈ ചായ കാപ്പിയൊക്കെ കൊടുക്കുന്നത് കൊണ്ട്. അപ്പം ഞങ്ങളൊരു കാപ്പി, ബ്രൂ കാപ്പി ഇട്ട് കുടിക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ രാജേഷണം വീട്ടിൽ നിൽക്കുന്ന ദിവസം ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട് കേട്ടോ. ഈ ചായ കാപ്പിയൊക്കെ അണ്ണൻ്റെ കൂടെ ഞാനും കുടിക്കും കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ കറി മീൻ കറി ആയിരുന്നു കേട്ടോ. നല്ല അയില മുളകിലിട്ട കറി, പിന്നെ അയില വറുത്തായിരുന്നു കേട്ടോ. അതുമാണ് അത് ഉച്ചയ്ക്ക് കഴിച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ അത്. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെന്ന് കാണിച്ചാൽ, രാവിലെ തൊട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ കാണിച്ചില്ലല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കൂടെ ബിസ്ക്കറ്റ് ഉണ്ട്, റസ്ക് ഉണ്ട്, പിന്നെ എന്തൊരു മധുരം കൊണ്ടുള്ളൊരു സംഭവം കേട്ടോ, മടക്കായിട്ട്.
അതുകൊണ്ട് കേട്ടോ സ്നാക്സായിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ 2 കാപ്പിയും കൂടി ഇട്ട് കുടിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സീ യു.